ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 55, 56 പേജിലെ ആക്ടിവിറ്റീസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 55ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മുമ്പുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് is equal to the inner angle at the opposite vertex. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഈ ഒരു പോയിന്റ് നമുക്ക് അങ്ങോട്ട് പോകുന്നു. ഇതിന് ഇ എന്ന് പേര് കൊടുക്കും. അപ്പോൾ ഔട്ടർ ആംഗിൾ ഓഫ് എനി വെർട്ടെക്സ്. അപ്പോൾ ഈ ഒരു വെർട്ടെക്സിൽ ബി എന്ന വെർട്ടെക്സിൽ ഔട്ടർ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇതാണ് ഡി. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. കാരണം ഇത് എ ബി ഇ എന്ന് പറയുന്നൊരു ലൈനാണ്. അപ്പോൾ ലീനിയർ പെയറാണ്. ലീനിയർ പെയർസ് ആയതുകൊണ്ട് ഇത് 180 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ആംഗിൾ എ ബി സി പ്ലസ് ഈ ആംഗിൾ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കുക. ഇവിടെ ഡി എന്നുള്ള ആംഗിൾ, ആംഗിൾ എ ഡി സി ഈക്വൽ ടു അതും 180 ഡിഗ്രിയാണ്. കാരണം ഇത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ സപ്ലിമെൻ്ററി ആണ്. കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. പിന്നെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഫ്രം 1 and 2. ആദ്യത്തെ ഇക്വേഷൻ എ ബി സി പ്ലസ് സി ബി ഇ ആണ്. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ ഈക്വൽ ടു അത് 180 ആണ്. അപ്പോൾ അതിനോട് ഈക്വൽ ആയിട്ട് 180 കിട്ടുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എ ബി സി രണ്ട് ആംഗിൾ കോമൺ ആണ്. അതിനെ മാറ്റി വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ സി ബി ഇ ആണ്. ആംഗിൾ സി ബി ഇ ഈക്വൽ ടു ആംഗിൾ എ ഡി സി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഫിഗറിൽ നോക്കുക. ആംഗിൾ സി ബി ഇ ഈ ആംഗിളാണ്. ഇതും എ ഡി സി ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ ബാക്കി ആംഗിളുകൾ നമുക്ക് ഓരോ വെർട്ടെക്സിലെയും ആംഗിളുകൾ പ്രൂവ് ചെയ്യാം. സിമിലർലി വി ക്യാൻ പ്രൂവ് ദ അതർ ആംഗിൾസ്. മറ്റ് വെർട്ടെക്സിലുള്ള ആംഗിളെല്ലാം നമുക്ക് ഇതേപോലെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ the outer angles of any vertex is equal to the inner angle at the opposite vertex. അത് രണ്ടും ഈക്വൽ ആണ്. ഒന്നുകൂടി പറയാം, ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ഈ എ ബി സി എന്നുള്ള ഈ ആംഗിളും സി ബി ഇ എന്നുള്ള ഈ ആംഗിളും സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ എ ബി സിയും സി ബി ഇയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതുപോലെ എ ബി സിയും എ ഡി സിയും സൈക്ലിക് ക്വാർട്ടറിലെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അതും സപ്ലിമെൻ്ററി ആണ്. അത് രണ്ടും കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ എടുത്തെഴുതി. ഈ സി ബി ഇയോടുകൂടി എ ബി സി കൂട്ടിയാൽ 180 കിട്ടും. അതുപോലെ എ ഡി സിയോടുകൂടി എ ബി സി കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. അതുകൊണ്ട് തന്നെ എ ഡി സിയും സി ബി ഇയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഏത് വെർട്ടെക്സിൽ ഇവിടെയുള്ള ബാക്കി മറ്റു 3 വെർട്ടെക്സിലും നമ്മൾ ഔട്ടർ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എനി പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. ഒരു പാരലോഗ്രാം അത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ അത് സൈക്ലിക് ആവുകയില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. നമ്മൾ പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. എ ബി സി ഡി എന്ന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് റെക്റ്റാങ്കിൾ പോലെ വരച്ചിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടി. പാരലോഗ്രാം എ ബി സി ഡി ഈസ് ടു ബി സൈക്ലിക്. അത് സൈക്ലിക് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ അനുസരിക്കണം. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കണം. എയും സിയും കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. must be satisfied. പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം ഈക്വൽ ആയതുകൊണ്ട് ദറ്റ് ഇംപ്ലൈസ് എന്താണ്? എ ഈക്വൽ ടു സി ഈക്വൽ ടു 90 ഡിഗ്രി ആവണം. ആംഗിൾ എ ഈക്വൽ ടു
ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. എ പ്ലസ് സി 180 ഡിഗ്രി ആണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആവണമെങ്കിൽ. പക്ഷേ ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവുകയും വേണം. അപ്പോൾ പാരലോഗ്രാം ആയതുകൊണ്ട് പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവുകയും അത് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രിയും കിട്ടുകയും ചെയ്യണമെങ്കിൽ ഇവിടെ ആ ആംഗിൾസ് 90 ഡിഗ്രി വീതമായിരിക്കണം. അപ്പോൾ എ ഈക്വൽ ടു സി ഈക്വൽ ടു ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആവണം. അതുകൊണ്ട് തന്നെ ഇതൊരു റെക്റ്റാങ്കിൾ ആയെങ്കിലേ ഈ 90 ഡിഗ്രി എന്നുള്ള കണ്ടീഷൻ അനുസരിക്കുകയുള്ളൂ. Thus, the parallelogram must be a rectangle to be cyclic. അതിൽ നിന്നും പറയാം any parallelogram not a rectangle is not cyclic. ABCD എന്ന പാരലോഗ്രാം സൈക്ലിക് ആണെങ്കിൽ ഒരു കണ്ടീഷൻ അനുസരിക്കണം. സൈക്ലിക് ആവണമെങ്കിൽ എയും സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അതുപോലെ തന്നെ ഒരു പാരലോഗ്രാം ആണെങ്കിൽ ആ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എയും സിയും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുകയും വേണം. അതുപോലെ എയും സിയും ഈക്വൽ ആവുകയും വേണമെങ്കിൽ എയും സിയും നമുക്ക് 90 ഡിഗ്രി ആയേ പറ്റൂ. അങ്ങനെ എയും സിയും 90 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പോൾ എയും സിയും ഈക്വൽ ആണ്, കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയെങ്കിൽ അതൊരു എയും സിയും 90 ഡിഗ്രി ആവണം. എയും സിയും 90 ഡിഗ്രി ആകണമെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഒരു പാരലോഗ്രാം സൈക്ലിക് ആവണമെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയേ പറ്റൂ. റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം ഒന്നും, അതായത് 90 ഡിഗ്രി ആംഗിൾ വരാത്ത പാരലോഗ്രാം ഒന്നും സൈക്ലിക് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.